Hi friends, Assalamualaikum. Welcome back to Thaslees kitchen. ഇന്ന് ഞാനൊരു കേരള പൊറോട്ട എങ്ങനെ വീശാതെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കിലോ മൈദയാണ് എടുത്തത്. അതിലേക്ക് 2 സ്പൂൺ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നന്നായി കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് ഒരല്പം ഓയിലും കൂടി ഒഴിച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്താൻ വേണ്ടി എടുക്കുന്നത് പോലെ നമുക്ക് ഇതേപോലെ ഓരോ ബോളായി നമുക്കെടുക്കാം. മൈദമാവ് ഉപയോഗിച്ച് ചപ്പാത്തിക്ക് പരത്തുന്നതിനെയും കാട്ടി ഭയങ്കര തിന്നായിട്ട് ഓരോ ഡോവും ഇതുപോലെ പരത്തിയെടുക്കാം. അതിന്റെ മുകളിൽ ഒരൽപ്പം ഓയിൽ ഒഴിച്ചെടുത്ത് ഇതുപോലെ ഓരോ മാവും നമുക്ക് ഇതുപോലെ പരത്തി മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം പരത്തിയതിന്റെ മുകളിൽ ഒരൽപ്പം മൈദമാവ് തൂക്കി കൊടുക്കാം. മൈദമാവ് ഡസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ടാമതും പരത്തിയതും കൂടി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിന്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാം. നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇത് മാറ്റിയേക്കാം. ഇതേപോലെ നമ്മള് എല്ലാം ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിനെ കാട്ടി നല്ല തിന്നായിട്ടാണ് പരത്തി എടുക്കേണ്ടത്. അതിനുശേഷം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈവച്ച് ഓരോ മാവും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് പൊറോട്ട വീശാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ മാവ് ഇതേപോലെ വെലിഞ്ഞു കിട്ടുകയുള്ളൂ. ഇതേപോലെ കൈവച്ച് നമുക്കിതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം. നമ്മുടെ ഓരോ ഡോവും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ടോ ചപ്പാത്തി കോയിൽ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചപ്പാത്തിന്റെ കോയിൽ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് വീശാതെ തന്നെ ഇതേപോലെ ഈസിയായി തന്നെ പൊറോട്ട തയ്യാറാക്കാവുന്നതാണ്.
ഇനി നമുക്ക് ചുട്ടെടുത്ത ഓരോ പൊറോട്ടയും ഇതേപോലെ കൈവച്ച് നന്നായി അടിച്ചെടുക്കാം. നമ്മൾ വീശിയിട്ട് ഉണ്ടാക്കുന്ന അതേ പൊറോട്ടന്റെ സ്റ്റൈൽ തന്നെയാണ് ഈ പൊറോട്ടയും ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പൊറോട്ടയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയായി കാണുന്നത് വരെ ഓക്കെ ബൈ ഫ്രണ്ട്സ്.